ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ബിൻസീസ് ഹോംമേഡ്. അപ്പോൾ ഇന്ന് നമുക്ക് മുട്ടയോ ബീറ്ററോ ഓവനോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു മോക്ക കേക്ക് ഉണ്ടാക്കാം. മോക്ക എന്ന് പറയുമ്പോൾ തന്നെ ഇതൊരു കോഫി ഫ്ലേവേർഡ് ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ ഞാൻ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഇവിടെ 1 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്. ഇതിലേക്ക് ആദ്യം തന്നെ 2 ടീസ്പൂൺ കോഫി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർത്ത് കൊടുക്കാം. ഈ കോഫി പൗഡർ പാലിൽ നന്നായിട്ട് കലക്കിയെടുക്കണം. നിങ്ങൾക്കിപ്പോൾ കോഫിയുടെ ഫ്ലേവർ കൂടുതൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ 2 ടീസ്പൂൺ എന്നുള്ളത് ഒരു 3-4 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണയായിട്ട് നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ മുട്ട ചേർത്തിട്ടാണല്ലോ കേക്ക് ഉണ്ടാക്കാറ്. അപ്പോൾ മുട്ട ബീറ്റ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇലക്ട്രിക് ബീറ്ററിൻ്റെ ആവശ്യം വരും. ഇതിപ്പോൾ നമ്മൾ മുട്ടയൊന്നും ചേർക്കാത്ത കാരണം കൊണ്ട് തന്നെ നമുക്കിതിൽ ബീറ്ററിൻ്റെ ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓയിൽ ചേർത്തിട്ട് ഇതുപോലൊരു ഹാൻഡ് വിസ്ക് വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്താലേ അത് പാലുമായിട്ട് നന്നായി ചേർന്ന് കിട്ടുള്ളൂ. ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ചേർക്കേണ്ടത് വാനില എസൻസ് ആണ്. ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ആണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഫ്ലേവറൊന്നും ഇല്ലാത്ത പ്ലെയിൻ വൈറ്റ് വിനീഗർ ആണ്. പാലിലേക്ക് ഈ വിനാഗിരി ചേർത്ത് കഴിഞ്ഞാൽ അത് കുറച്ച് കട്ടിയായിട്ട് വരും. അതുകൊണ്ട് വിനാഗിരി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കണം. അതിനുശേഷം നമുക്ക് അതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുത്ത് വെക്കാം. അപ്പോൾ ഞാനിന്ന് കേക്ക് ഉണ്ടാക്കാനായിട്ട് 1.5 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ ഒരു 3 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് പാൽപ്പൊടിയാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സാധാരണ കേക്കിലൊക്കെ ചേർക്കാറുള്ളത് പോലെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. 2-3 തവണയൊക്കെ നന്നായി അരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ നല്ലതാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പാലും വിനാഗിരിയും കൂടി ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് കുറച്ച് തിക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ അരിച്ചെടുത്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഇതിനു മുമ്പും ഒരുപാട് കേക്കിൻ്റെ റെസിപ്പീസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കൂട്ടോ. എല്ലാം വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പീസാണ്. എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന റെസിപ്പീസാണ്. എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഈ കേക്കിൻ്റെ ബാറ്റർ നമ്മൾ മിക്സ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് റെഡിയാക്കാനായിട്ട് കുറേശ്ശെ പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മാക്സിമം കേക്കിൻ്റെ ബാറ്ററിൽ ലംസ് ഒന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഓവനിലല്ല ഉണ്ടാക്കാൻ പോകുന്നത്, നമ്മളിന്ന് കുക്കറിലാണ് കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ഈ മെത്തേഡൊക്കെ ഒരുപാട് തവണ മുമ്പും കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും കാണിക്കുന്നത്. ഈ കുക്കറിനകത്ത് ഓയിൽ ബ്രഷ് ചെയ്തിട്ട് അതിന് മുകളിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കാണ് നമ്മൾ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നത്. കുക്കറിലേക്ക് ഈ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കണം. എന്നാലേ അതിനകത്തുള്ള എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടുള്ളൂ. ഇനി നമുക്ക് കുക്കർ അടച്ചിട്ട് നല്ല ചൂട് കട്ടിയുള്ള നോൺ സ്റ്റിക്ക് പാനിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. കുക്കറിന് നമ്മൾ വിസിലൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ പാത്രം എടുക്കുമ്പോൾ പാത്രം നമ്മൾ ഓൾറെഡി പ്രീഹീറ്റ് ചെയ്തിട്ടുള്ളതാണ്. പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള നോൺ സ്റ്റിക്ക് പാനിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ കുക്കർ വെച്ച് കൊടുക്കുന്നത്. അല്ലാതെ ഡയറക്റ്റായിട്ട് നമ്മളത് ഫ്ലെയിമിൽ വെക്കില്ല. അപ്പോൾ ഈ പാനിൻ്റെ മുകളിൽ ഇതുപോലെ കുക്കർ വെച്ചതിന് ശേഷം ആദ്യത്തെ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നീട് ഒരു 25 മുതൽ 30 മിനിറ്റ് വരെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഞാനൊരു സ്ക്യൂവർ വെച്ച് കുത്തി നോക്കിയപ്പോൾ അത് നല്ല ക്ലീൻ ആയിട്ടാണ് വന്നത്. അപ്പോൾ കേക്ക് നന്നായിട്ട് ബേക്ക് ആയിട്ടുണ്ട്. ഇത് നല്ലപോലെ ചൂടാറി കഴിയുമ്പോൾ പുറത്തേക്ക് എടുത്തിട്ട് 3 ലെയേഴ്സായിട്ട് കട്ട് ചെയ്തെടുക്കാം.
ഇനി നമുക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം. ഞാനിവിടെ വിപ്പിംഗ് ക്രീമൊക്കെ ഓൾറെഡി ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വിപ്പിംഗ് ക്രീമിൻ്റെ കൂടെ ഞാൻ കുറച്ച് കോഫി പൗഡറും അതുപോലെ തന്നെ ചോക്ലേറ്റ് ഗനാഷും കൂടി ചേർത്തിട്ടാണ് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കേക്ക് കഴിക്കുമ്പോൾ അതിനകത്ത് വിപ്പിംഗ് ക്രീമിലും കോഫിയുടെ ഒരു ഫ്ലേവർ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ചോക്ലേറ്റിൻ്റെയും ഒരു ടേസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ കേക്കിൻ്റെ ആദ്യത്തെ ലെയർ വെച്ച് കൊടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഷുഗർ സിറപ്പും ഞാൻ ഓൾറെഡി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഷുഗർ സിറപ്പിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോഫി പൗഡറും ചോക്ലേറ്റ് സിറപ്പും ചേർത്തിട്ടാണ് ഷുഗർ സിറപ്പ് റെഡിയാക്കിയിട്ടുള്ളത്. എല്ലാം കൂടി ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്ത്ത് കൂടി പോകും. അതുകൊണ്ടാണ് മാക്സിമം ഷോർട്ടാക്കി ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇൻഗ്രീഡിയൻസിൻ്റെ അളവിലോ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഈ കേക്കിലേക്ക് എടുത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും അളവ് കൃത്യമായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും ചോക്ലേറ്റ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഒട്ടുമിക്ക കേക്കൊക്കെ ഉണ്ടാക്കുമ്പോഴും അതിൻ്റെ ഇടയിൽ ഇതുപോലെ ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ കേക്കിൻ്റെ കൂടെ ഈ ചോക്കോ ചിപ്സും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഹെർഷീസിൻ്റെ ചോക്ലേറ്റ് സിറപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിന് മുകളിൽ ഞാൻ രണ്ടാമത്തെ ലെയറും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് ലെയറിൽ ചെയ്തിട്ടുള്ള അതേ പ്രോസസ്സ് തന്നെയാണ് ഇതിലും. അപ്പോൾ നിങ്ങളൊരു കോഫി ലവർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കാരണം കോഫി ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഈ കേക്ക് ഇഷ്ടപ്പെടും. കാരണം ഇതിലെ കേക്കിലാണെങ്കിലും വിപ്പിംഗ് ക്രീമിലാണെങ്കിലും ഷുഗർ സിറപ്പിലാണെങ്കിലും എല്ലാത്തിലും ഒരു കോഫി ഫ്ലേവർ ഉണ്ടായിരിക്കും. നമുക്ക് ലാസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ഇത് ഞാൻ കേക്ക് ബേക്ക് ചെയ്തപ്പോൾ അതിൻ്റെ ഏറ്റവും അടിയിലുണ്ടായിരുന്ന ലെയറാണ്. ഞാനെപ്പോഴും ഈ ഭാഗമാണ് മുകളിൽ വെക്കാറ്. കാരണം നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫേസ് ആയതുകൊണ്ട് നമുക്ക് ഐസിങ് ചെയ്തെടുക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും. അപ്പോൾ ഈ ലെയറിന് മുകളിലും നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കണം. ഷുഗർ സിറപ്പ് കേക്കിലേക്ക് അങ്ങോട്ട് ഇറങ്ങി ചെല്ലാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കുത്തി കൊടുത്താൽ മതി. അപ്പോൾ അതിൽ കൂടെ ഷുഗർ സിറപ്പ് നല്ലപോലെ കേക്കിലേക്ക് ഇറങ്ങി കിട്ടും. ഇനി നമുക്ക് കേക്ക് മുഴുവനായിട്ട് ഒന്ന് വിപ്പിംഗ് ക്രീം കൊണ്ട് ഒന്ന് ഐസിങ് ചെയ്തെടുക്കാം. ഈ കേക്ക് ഞാൻ അമ്മയുടെ ബർത്ത്ഡേക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. ഇത് ജാനുവരി 1 ന്യൂ ഇയറിൻ്റെ അന്ന് തന്നെയാണ് അമ്മയുടെയും ബർത്ത്ഡേ. അപ്പോൾ ഇത്രയും ദിവസമായിട്ട് നമുക്ക് വീഡിയോ ഇടാനുള്ള സമയം കിട്ടാത്തതുകൊണ്ടാണ് അപ്ലോഡ് ചെയ്യാതിരുന്നത്. പിന്നെ ആ ക്രിസ്മസിൻ്റെയൊക്കെ ആ ഒരു ടൈമിൽ ഒരുപാട് കേക്കിൻ്റെ ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്ക് കാരണം കൊണ്ടാണ് ഇപ്പോൾ ഒരു 3-4 ആഴ്ചയായിട്ട് നമ്മൾ വീഡിയോ ഇടാതിരുന്നത്. അതിൻ്റെ എല്ലാം ഫോട്ടോസ് ഞാൻ ഈ വീഡിയോയുടെ എൻഡിൽ കാണിക്കാം. എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീഡിയോ എടുക്കാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എല്ലാത്തിൻ്റെയും ഫോട്ടോസ് ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് കാണിക്കാം. കേക്കിൻ്റെ സൈഡിൽ ഇതുപോലെ കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ആക്കി കഴിഞ്ഞതിന് ശേഷം ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് ഇതൊന്ന് റോൾ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയുണ്ടായിരിക്കും. അതുപോലെ തന്നെ കേക്കിൻ്റെ ടോപ്പ് ലെയറിൽ നമ്മൾ ഇതേ ചോക്ലേറ്റ് സിറപ്പ് തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ചോക്ലേറ്റ് സിറപ്പ് ആകുമ്പോൾ നല്ല ഗ്ലേസിങ് ഉള്ളതുകൊണ്ട് കേക്ക് കാണാൻ നല്ല ഭംഗിയുണ്ടാവും. കേക്കിൻ്റെ അടിയിലൊക്കെ ആയിട്ട് ഇതുപോലെ ചെറിയ ചോക്ലേറ്റ് ബോൾസ് വെച്ച് കൊടുക്കാം.
ഇനി നമുക്ക് കേക്കിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു ചെറിയ ഔട്ട്ലൈൻ പോലെ കുറച്ച് ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കാം. അതുപോലെ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാവരും കേക്ക് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.